ണ്ടോരെ ഇന്ന് മലയാള മാസം ചിങ്ങം 1 കർഷക ദിനം. പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ വറുതിയുടെ കർക്കിടക മാസം കഴിഞ്ഞ് സമൃദ്ധിയുടെ പൊന്നിൻ ചിങ്ങ മാസത്തിലേക്കുള്ള കാൽവെപ്പ്. സത്യം പറഞ്ഞാൽ ഇന്ന് വറുതിയുടെ കർക്കിടക മാസവുമില്ല, സമൃദ്ധിയുടെ പൊന്നിൻ ചിങ്ങ മാസവുമില്ല. ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു സവിശേഷകരമായ സാഹചര്യം. അതുകൊണ്ട് വറുതിയെക്കുറിച്ച് അവനൊരു ബോധവാനല്ല, അവന് കൃഷിയെക്കുറിച്ചും ബോധവാനല്ല. കാരണം അവന് പണം പണം എന്നുള്ള ഒറ്റ ചിന്തയിലൂടെ മുന്നോട്ട് പോകുന്നു. അവൻ ഈ നാടിനെ മറക്കുന്നു, നമ്മുടെ സംസ്കാരത്തെ മറക്കുന്നു. ഒരു കാർഷിക സംസ്കാരമാണ് നമ്മളുടേത്, ഒരു കാർഷിക രാജ്യമാണ് നമ്മളുടേത്. ആ കാർഷിക രാജ്യത്ത് കൃഷിയും കൃഷിക്കാരും കൃഷിഭൂമിയും ഇല്ലാതാകുന്ന, ഭയാനകമായ രീതിയിൽ ഇല്ലാതാകുന്ന ഒരു സവിശേഷകരമായ സാഹചര്യം നമ്മളതൊന്നും ഓർക്കുന്നില്ല. വലിയ ഭയാനകമായ സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നാളെ അന്നത്തിന് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്നുള്ളത് നിസ്സംശയം പറയാം. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല. ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിലേക്ക് വഴിമരുന്നിടുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ കൃഷിഭൂമിയെ മറക്കുന്നു, കൃഷിയെ മറക്കുന്നു, കർഷകരെ മറക്കുന്നു. കാരണം മുൻ തലമുറ നമുക്കായി ഒരുക്കി വച്ചിരുന്ന നിലങ്ങളും പാടങ്ങളും തോടുകളും എല്ലാം നമ്മൾ കയ്യേറിയും മണ്ണിട്ട് ഉയർത്തിയും ഭൂമിയുടെ നില തെറ്റിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു മാസം പെയ്യേണ്ട മഴ ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂറുകൾ കൊണ്ടോ പെയ്യുന്നു. വലിയ പ്രളയമുണ്ടാകുന്നു, പേമാരി ഉണ്ടാകുന്നു. ഒന്നിൽ നിന്ന് പഠിക്കുന്നില്ല. ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. കാരണം ഇറാനും അമേരിക്കയും യുദ്ധം ചെയ്തപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത കവലയിലെ ചായക്കടയുടെ അടുക്കളയെ പോലും ആ യുദ്ധം നമ്മളെ ആ യുദ്ധത്തിൻ്റെ കെടുതികൾ വന്നെത്തി, അടുക്കളയിൽ പോലും എത്തി. നമ്മുടെ അടുക്കളയെ പോലും അത് ബാധിച്ചു. ഭയാനകമായ വിലക്കയറ്റം, എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റം ഉണ്ടാകുന്ന ഒരു സ്ഥിതി. ഇതെല്ലാം സ്വയം പര്യാപ്തതയിലൂടെ നമുക്ക് മറികടക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയൊന്നും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. നമ്മളിലേക്ക് ഒതുങ്ങി നമ്മുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി വലിയ പണിമാടുകൾ പണിതുകൊണ്ട് നിലങ്ങളും ചതുപ്പ് നിലങ്ങളും കാടുകളും എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വരുന്ന തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം ഇതാണ്. കാരണം നമുക്ക് അന്നം തരുന്ന കൃഷിഭൂമി ഇല്ലാതാക്കുന്നത് നമ്മുടെ നിലനിൽപ്പിനെ, മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഈ കർഷക ദിനത്തിൽ നമ്മളെല്ലാം കൃഷിയിലേക്ക് നമ്മളാൽ കഴിയാവുന്ന, എല്ലാവരും വലിയ കൃഷിക്കാരാകണമെന്നില്ല, നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം, കർഷക വൃത്തിയെ പ്രോത്സാഹിപ്പിക്കണം, കൃഷിഭൂമിയെ സംരക്ഷിക്കണം. അപ്പോൾ ഈ ഒരു കർഷക ദിനത്തിൽ നമ്മളെല്ലാവരും മനസ്സാൽ കൃഷിയിലേക്ക് തിരിയുന്ന വർഷം നമ്മുടെ നാടും യഥാർത്ഥത്തിൽ ആ ഒരു സമൃദ്ധിയിലേക്ക് എത്തിച്ചേരും. നാളുകളിൽ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഈ നാടിനെ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. ആ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റ മനസ്സായി നിൽക്കണം എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്.